ഇന്നലെ പീപ്പിൾ ടിവിയിലൂടെ ശ്രീ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ ആ വിധത്തിലൊക്കെ പ്രതിരോധിക്കുകയായിരുന്നിരിക്കാം ഒരു പക്ഷേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് വെള്ളാപ്പള്ളി അടക്കമുള്ളവർ. പക്ഷേ ഇന്നിപ്പോൾ സ്വാമി ശാശ്വതികാനന്ദയുടെ സഹോദരി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ സ്വാമിയുടെ അമ്മ അടക്കം ആവശ്യപ്പെട്ടിരുന്ന CBI അന്വേഷണം തന്നെയാണ് ഇവിടെ സഹോദരി ശാന്ത ആവശ്യപ്പെടുന്നത്. ശാസ്ത്രീയമായി തന്നെ നീന്തൽ അറിയാമായിരുന്ന സ്വാമി എങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് വിശ്വസിക്കണം എന്നും ആ സമയത്ത് മരണസമയത്ത് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ കൂടി വളരെ സംശയദൃഷ്ടിയോടുകൂടി തന്നെ നിരീക്ഷിക്കണം എന്നുമൊക്കെയാണ് സഹോദരി ശാന്ത പറഞ്ഞത്. ശ്രീമതി ശാന്തയുടെ വാക്കുകളിലേക്ക്. ബിജു രമേശ് സാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ എനിക്ക് അറിയാൻ പറ്റിയൊരു കാര്യമാണ്. പ്രവീൺ എന്ന് പറയുന്ന ആ ആളിൻ്റെ അച്ഛൻ ഒരിക്കൽ ഞങ്ങളെ കാണാനിടയായി. അന്ന് അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിൻ്റെ മോൻ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഇന്ന് ഞാൻ ഒരാളെ ആലുവയിൽ ആശ്രമത്തിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അത് പിന്നെ ശരിക്കും വാടക ഗുണ്ടയാ നല്ല എന്തെങ്കിലും അവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് സ്വാമി മരിച്ച വിവരം പ്രവീണിൻ്റെ അച്ഛൻ അറിയുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും വെള്ളാപ്പള്ളി തന്നെയാണ് ഇത് ചെയ്യിച്ചത്. പിന്നെ പ്രിയൻ എന്ന് പറഞ്ഞ ഇപ്പോൾ അകത്ത് കിടക്കുന്ന അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇദ്ദേഹം സാർ ഇതറിയുന്നത്. ബിജു രമേശ് സാർ ഇപ്പം കുറച്ച് നാളായിട്ടുള്ള കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രിയൻ ഇത്രയും ശക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം നമുക്ക് ഇതിങ്ങനെ നമുക്ക് വിശ്വസിക്കണം എന്ന് തന്നെ നമുക്ക് തോന്നുന്നു. ഇദ്ദേഹം അല്ലെങ്കിൽ മോൻ ഇവരുടെ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹം വെള്ളാപ്പള്ളി സാറിനെ പോലെയുള്ള ഒരാളിനോട് ആർക്കും മത്സരിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അത്രയ്ക്കും കരുത്തനായ ഒരു മകൻ അച്ഛനെ പോലെ തന്നെ കരുത്തനായ മകനാണ് അദ്ദേഹത്തിന്. അദ്ദേഹം എന്തും ചെയ്യാൻ മടിക്കാത്തതാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് മോനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരും ഒന്നിനും തയ്യാറാവത്തില്ല. അദ്ദേഹത്തിന് എതിരെ ഒരു വാക്കുപോലും പറയാൻ ആരും തയ്യാറാവത്തില്ല. അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലുള്ള സംശയങ്ങൾ നമുക്ക് വെളിയിലോട്ട് പിണ്ടാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഇപ്പം ബിജു രമേശ് സാർ ഇത്രയും ധൈര്യപൂർവ്വം അദ്ദേഹം ഇത്രയും വെളിപ്പെടുത്തിയത് എന്തോ ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന് എനിക്ക് പറയാൻ ഒക്കൂ. ഈശ്വരൻ ദൈവമായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തിച്ചതാണ്. ഇപ്പോൾ എപ്പോഴായാലും സത്യം എപ്പോഴായാലും പുറത്തു വരും. വെള്ളത്തിൽ അണ്ണന് എന്തായാലും വെള്ളത്തിൽ അപകടം ഉണ്ടായില്ല, അത് 100% ഉറപ്പാണ്. അണ്ണന് നല്ലപോലെ വെള്ളത്തിൽ നീന്താൻ അറിയുന്ന ആളാണ്. എത്രയൊക്കെയായാലും ഒരാൾ വെള്ളത്തിൽ അങ്ങോട്ട് വീഴുന്നോടെ ഞാൻ മരിച്ചു പോകത്തില്ലല്ലോ. ഹോസ്പിറ്റലിൽ അടുത്തൊരു വലിയ ആശുപത്രി ഉണ്ട് അണ്ണനെ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പം. അപ്പം പെട്ടെന്ന് ശരിക്കും ഒരാളിനെ രക്ഷിക്കണമെങ്കിൽ അടുത്തോട്ടല്ലേ കൊണ്ടുപോകേണ്ടത്. അവിടെ കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വേറെ അടുത്തോട്ട് കൊണ്ടുപോകാൻ. ഇവരവിടെ ഒന്നും കൊണ്ടുപോകാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വേറെ അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ് കൊണ്ടുപോയത്. അപ്പോഴത്തേക്ക് എടുത്തപ്പം ചെറിയ ജീവനുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും മരിച്ചു കഴിയും. അതല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളവരാണെങ്കിൽ അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എല്ലാ തെളിവുകളും എല്ലാം നോക്കുമ്പോൾ നമുക്ക് ശരി. അത് കഴിഞ്ഞ് സാബുവാണ് അണ്ണൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ പിന്നെ ഈ മരണം കഴിഞ്ഞ് ഇത് കണ്ടിട്ടാവാം ചിലപ്പം ഒരാളെ കൊല്ലുന്നത് കണ്ട ആർക്കായാലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാളുടെ കൂടെ നിന്ന് അയാൾക്ക് സപ്പോർട്ട് ചെയ്ത ആളായാലും അത് സംഭവിക്കുമ്പം ചിലപ്പം മനസ്സ് പതറിപ്പോവും. അദ്ദേഹം ഇങ്ങനെ തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ബോഡി ഈ വെള്ളത്തിൽ നിന്ന് വന്ന ബോഡി അതിനെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അതും നല്ല നോക്കിയത് ഇദ്ദേഹത്തിന് ഈ സാബു എന്ന് പറഞ്ഞ ആളിനെ കാറിനകത്ത് കയറ്റി ഇങ്ങോട്ടോ കൊണ്ടുപോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സമനില തെറ്റി എന്തെങ്കിലും വായിന്ന് വരുമോ, മറ്റുള്ളവരടുത്ത് പറയുമോ എന്നുള്ള പേടി ഇതിലാർക്കും ഉണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിനെ അപ്പോഴേ കൊണ്ടുവന്ന് വേറെ എവിടെയോ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് പിന്നീട് ഇദ്ദേഹം നോർമലായതിനു ശേഷമാണ് പിന്നെ പുറത്ത് കാണുന്നത്. വെള്ളാപ്പള്ളി അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിന് മരണം കഴിഞ്ഞിട്ട് അവിടെ വർക്കല ഹോട്ടലിൽ ഇതിൻ്റെ ആഘോഷം നടന്നു, അങ്ങനെയൊക്കെ പല കഥകളും നമ്മൾ കേട്ടു. അത് ഇപ്പം നമ്മൾ കേട്ടതും കണ്ടതും അതല്ല. ഇപ്പം എങ്ങനെയായാലും CBI അന്വേഷണം വരുവാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും
ഇതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അന്ന് പിന്നെ ആദ്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണത്തിൽ ഒന്നും ആവത്തില്ല എന്ന്. അതെ, അന്നത്തെ മുഖ്യമന്ത്രി A.K. ആൻ്റണി സാറായിരുന്നു. അന്ന് പരാതി കൊടുത്തപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഈ അന്നത്തെ ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് നീതി കിട്ടത്തില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് എന്നെ പരാതി കൊടുത്തു. CBI അന്വേഷണം വേണമെന്ന് എന്നെ പറഞ്ഞിട്ടും അതിനും യാതൊരു ഇതും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ കൊടുത്തു, CBI അന്വേഷണം വേണം, ഇങ്ങനെ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ അതിന് തക്കതായ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആ ഒരു ഇത് അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അതിന് യാതൊരു പരിഗണനയും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ക്രൈംബ്രാഞ്ചുകാർ അന്വേഷിച്ചു 12 വർഷം. എന്നിട്ട് അതിനകത്തും ഇതുവരെ ഒരു 12 അല്ല 9 10 വർഷം അതിലും നമുക്കൊരു നീതിയും കിട്ടിയില്ല. CBI അന്വേഷണം ഉറപ്പായിട്ടും CBI അന്വേഷണം വേണം, CBI അന്വേഷണം വരണം. എത്രയോ ആൾക്കാർ, എത്രയോ ജനങ്ങൾ ഈ ഒരു ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. എത്രയോ കാലമായിട്ട് 10-13 വർഷമായിട്ട് ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ദയവുണ്ടായി ഒരു CBI അന്വേഷണം കൊണ്ടുവരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷണം വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരുത്തുള്ളൂ. സ്വാമിയുടെ സഹോദരി ശാന്തയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ശ്രീ ഷാജി വെട്ടൂരാൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ഷാജി വെട്ടൂരാൻ, നേരത്തെ മുതൽക്കേ തന്നെ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. സ്വാമിയുടെ അമ്മ തന്നെ ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷെ കൃത്യമായ പരിഗണന ലഭിച്ചില്ല എന്ന സാഹചര്യത്തിലൊക്കെയാണ് പിന്നീട് ഈ കേസ് അന്വേഷണം ആ വിധത്തിലൊക്കെ പോയത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ ബിജു രമേശിൻ്റെ ആരോപണം ഉണ്ടാകുന്നു, ഈ വിധത്തിലുള്ള വെളിപ്പെടുത്തലുണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ സ്വാമിയുടെ സഹോദരി തന്നെ ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില സാഹചര്യ തെളിവുകൾ പോലും വെള്ളാപ്പള്ളിക്ക് എതിരെയാണ്, ദുബായിൽ വെച്ചുണ്ടായ സംഭവം അടക്കം. പക്ഷേ എന്നിട്ടും കേസന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ആ വിധത്തിൽ കാര്യങ്ങൾ നീങ്ങില്ല എന്നൊക്കെ കൂടി പരിശോധിക്കപ്പെടുമ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം കൂടുതൽ വ്യക്തമാകുന്നത്. ആ വിധത്തിൽ തന്നെയല്ലേ ശ്രീ ഷാജി വെട്ടൂരാൻ? ശരിക്കും പറഞ്ഞാല് ഒരു മഹാസന്യാസിയുടെ മരണത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ബിജു രമേശ് വ്യക്തമായിട്ട് ആ കൊന്ന ആളുടെ വിവരം വരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് നേരത്തെ ആ സഹോദരി പറഞ്ഞ പോലെ ആന്റണി സാറാണ് അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്. അപ്പോ അന്ന് ആന്റണി സാറ് ശരിക്കും പറഞ്ഞാൽ ഒരു സമുദായ നേതാവിനെ ശല്യപ്പെടുത്തണ്ടെന്നോ എന്തെങ്കിലും വിചാരിച്ചായിരിക്കും ഒരു ഗാർഡ് കൊടുത്തത്. ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യം വെളിയിൽ തന്നെ വരണം, വെളി വന്നാലേ പറ്റുള്ളൂ. ഞാൻ അവിടെ ദുബായിൽ ഉണ്ടായിരുന്നു. ആ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് 2 ദിവസം അബുദാബി പോകേണ്ടി വന്നു. എന്റെ ഒരു സിസ്റ്ററിന്റെ അങ്ങോട്ട് ഒരു കാര്യമായിട്ട് പോകേണ്ടി വരുന്നു. അപ്പോ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് സ്വാമി ഇങ്ങനെ പോണോന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ വിസിറ്റ് ഷോർട്ടാക്കിയിട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ഇവിടെ വന്ന ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഒരു ഈഴവൻ എന്നുള്ള ലെവലില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മഹാസ്വാമിയെ ഇങ്ങനെ കൊലപ്പെടുത്തിയിട്ട് ഒരു അന്വേഷണം ഈ ലെവലിൽ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ എല്ലാ സർക്കാരിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു പൗരന് സുരക്ഷ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. ഒരു മൃഗത്തിന്റെ വില പോലും ഈ രാഷ്ട്രീയക്കാർ കൊടുക്കുന്നില്ലല്ലോ. സന്യാസിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവര് എന്തായിരിക്കും അവസ്ഥ? അത് ഉത്തരം പറയേണ്ട ഈ രാഷ്ട്രീയക്കാർ തന്നെ പറയണം. ഇപ്പൊ സമുദായ നേതാവ് എന്തും കാണിച്ച് ആ കവറിൽ സമുദായ നേതാവിന്റെ സീറ്റ് ഇരുന്ന് എന്ത് കാണിച്ചാലും ഇവിടെ നടക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥ മാറ്റണം. അതിപ്പോ ഈഴവരുടെ ഇടയിൽ മാത്രമല്ല, എവിടെയായാലും അത് മാറ്റണം.
അവിടെയാണ് ശ്രീ ഷാജി വിട്ടൂരാൻ, ശ്രീനാരായണീയരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വെള്ളാപ്പള്ളിയുടെയും തുഷാറിന്റെയും ഇടപെടൽ. 2002 സ്വാമിയുടെ മരണം സംഭവിച്ചു. അതിനുശേഷം ഈ വിധത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും അതിനെതിരെ ഉയർന്ന സ്വരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി കഴിഞ്ഞു. അത് സാമ്പത്തികമായാലും മറ്റ് ഇടപെടലുകൾ നടത്തിയായാലും കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിനും അപ്പുറത്തേക്കുള്ള ചില പിന്തുണ വെള്ളാപ്പള്ളിക്കടക്കം തുഷാറിനടക്കം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തമല്ലേ? അതെ, 100% ആണ്, സംശയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈഴവര് പേടിച്ചിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ ബിജു രമേശ് പറഞ്ഞ പോലെ ഇപ്പൊ മീറ്റിംഗിൽ എല്ലാരും പറയും, പക്ഷെ മുന്നോട്ട് വരാൻ ആരും ധൈര്യപ്പെടുന്നില്ല. മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയണ്ടേ? ഒരു വലിയ സമുദായം, നാളെ ഈ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ നാട്ടിൽ പറ്റൂലേ? അവിടെ ശ്രീ ഷാജി വിട്ടൂരാൻ, ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഇത്രയേറെ ആരോപണങ്ങൾ വന്നു നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ അത്തരം സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി ഉയർന്നു വരുന്നു. പക്ഷെ ഇപ്പോൾ സർക്കാർ എടുക്കുന്ന ഒരു നിലപാട് കൂടി വളരെ സുപ്രധാനമല്ലേ? ഇത്രയേറെ ആരോപണങ്ങൾ വന്നിപ്പോൾ ആരോപണങ്ങൾ തുടങ്ങിയിട്ട് ദിവസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെയും വളരെ വേഗത്തിൽ എടുക്കാവുന്ന ചില നിയമ നടപടികളില്ലേ? അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ ഒരു വൈമനസ്യം സർക്കാരിനുണ്ടാകുന്നുണ്ട്. അതെ അതെ, എന്തിനാ അവരെ അറയ്ക്കുന്നത്? ഇത്രയും പകല് പോലെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ ഇവിടെ AG ആണ് തീർത്ത് പറഞ്ഞിരിക്കുന്നത് 12% വനിതകളിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. അല്ല വെട്ടൂരാനോ ബിജു രമേശോ ആരും അല്ല പറയുന്നത്. അതുപോലെ മൈക്രോ ഫണ്ടിങ്ങിന് 4% കൊടുത്ത് വ്യക്തമായ തെളിവുണ്ട്. എന്നിട്ട് അതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ മൈക്രോ ഫണ്ടിങ്ങിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് പറയും, നിങ്ങളെ ഞാൻ സഹായിച്ചു, എന്നെ ഈ മൈക്രോ ഫണ്ടിങ് തുലയ്ക്കാൻ വേണ്ടി ചെയ്യാണ്. ഇതാ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലോ, വനിതകൾ ഇറങ്ങി തുടങ്ങി. പക്ഷെ പാവങ്ങൾക്ക് കാര്യം അറിയില്ല. അപ്പൊ ഇന്നലെ മിസ്റ്റർ വെള്ളാപ്പള്ളി പറയുന്ന കേട്ട് അത് യൂണിയൻകാരുടെ അടുത്ത് കൊണ്ട് ചോദിക്കണം. കാര്യം യൂണിയൻകാരാണ് കള്ളം കാണിച്ചതെന്നാണ് പറയുന്നത്, നേതാവല്ല കള്ളം കാണിക്കുന്നത്. മൈക്രോ യൂണിറ്റ് നാളെ മൈക്രോ യൂണിറ്റ് വനിതകളെ കള്ളന്മാരാക്കും. പുള്ളിയുടെ തടി രക്ഷപ്പെടുത്തിയാൽ മതി. ഇവിടെ ഒക്കെ ചെയ്യുന്നൊരു കാര്യം അതാണ്. നമുക്കറിയാം, ഈഴവർക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഭൂരിഭാഗം മലയാളികളും വളരെ പവിത്രമായി കാണുന്നത്. തിരികെ എത്താം ശ്രീ ഷാജി വിട്ടൂരാൻ. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി, സാഹചര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ ബിജു രമേശിന്റെ ആരോപണം വന്നത്. ആ ആരോപണങ്ങളെ അതേപടി ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നിപ്പോൾ സ്വാമിയുടെ സഹോദരി ശാന്തയും ചെയ്തിരിക്കുന്നത്. ശ്രീ തുഷാർ കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ടെലിഫോൺ ലൈൻ. ഹലോ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഞാൻ പറഞ്ഞ കേൾക്കാവോ? തീർച്ചയായും പറഞ്ഞോളൂ. ഇത് വളരെ വ്യക്തമായ SNDP യോഗത്തിന്റെ കൗൺസിൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം. ഇത് SNDP യോഗത്തിനോ ഞങ്ങൾക്ക് ആർക്കും ഇത് അന്വേഷിക്കുന്നത് ഞങ്ങൾ ആരും എതിരല്ല. ഇതിന് എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യം കൂടി അന്വേഷിക്കുന്നതിന് ഞാൻ തന്നെ ഹൈക്കോടതി കേസ് കൊടുക്കാം, ഇതിലേക്ക് രണ്ടാമത് കേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു ഭയമുള്ള കാര്യമല്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഗുരുവായിരുന്നു ഈ പറയുന്നത് നമ്മുടെ ചാച്ചുദിക്കാൻ സ്വാമിജി എന്ന് പറയുന്നത്. സ്വാമിജി ഞാനും തമ്മിലുള്ള ബന്ധം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. പിന്നെ സ്വാമിജിയെ അവിടെ ദുബായ് വെച്ച് തല്ലി എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ പറയുന്നത് കേട്ടു. ഇതൊക്കെ ശുദ്ധ അബദ്ധങ്ങളാണ്. ഇതിന് എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ഞങ്ങൾ പരിപൂർണമായി സഹകരിക്കാൻ തയ്യാറാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ രാഷ്ട്രീയ പ്രേരിതമായി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പലതരത്തിലുള്ള ആരോപണം വന്നുകൊണ്ടിരിക്കുക. മൈക്രോ ഫൈനാൻസിനെ കുറിച്ച് ഇന്നലെ തന്നെ ഞാൻ നിങ്ങളുടെ തന്നെ ന്യൂസ് കണ്ടതാണ്. SNDP യോഗത്തിന്റെ പ്രസിഡന്റിന് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പാരിതോഷികം കൊടുത്താണ് SNDP യോഗത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ആലുവ യൂണിയന്റെ പ്രസിഡന്റായി 10 വർഷങ്ങളായിട്ടിരിക്കുകയും ആ ആലുവ യൂണിയന്റെ അവിടുത്തെ കെട്ടിടം യൂണിയൻ ഓഫീസ് ഉൾപ്പെടെ ഉണ്ടാക്കിയത് അദ്ദേഹം യൂണിയൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്താണ്. അതിനുശേഷമാണ് അദ്ദേഹം യൂണിയന്റെ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഈ സത്യാവസ്ഥകൾ മുഴുവൻ മുമ്പിൽ നിൽക്കെ ഇവിടെ ആരോപണം പറയുമ്പോൾ എങ്ങനെ ഇദ്ദേഹം ഈ ഒരു ദുരൂഹത ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതല്ലാതെ ഇന്നയാളാണ് ചെയ്തത്, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് മറുപടിയായി എന്നൊക്കെ പറയുന്നത്? ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് SNDP യോഗം ഒരു രാഷ്ട്രീയ പാർട്ടി SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ
അപ്പോൾ തന്നെ വാർത്തകളുമായി ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ മൈക്രോ ഫിനാൻസിന്റെ അല്ല ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം, ഇപ്പോൾ ഉയർന്ന ഒരു ആരോപണമല്ലല്ലോ. മരണം നടന്ന അതിന് ഉടൻ തന്നെ സ്വാമിയുടെ അമ്മയും സഹോദരനും അടക്കം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. SNDP യോഗം കൗൺസിൽ കൂടി ആവശ്യപ്പെട്ടാണ് CBI അന്വേഷണം. അതുപോലെ അന്വേഷണങ്ങൾ നടന്നതാണത്. അതിന്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഈ പറയുന്ന സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന്. പക്ഷെ ദുബായിൽ വെച്ചപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? താങ്കൾ സ്വാമിയെ ചെന്ന് കണ്ടിരുന്നോ? സ്വാമി ഈ പറയുന്ന ഒന്നാമത് അദ്ദേഹം പറഞ്ഞു തന്നെ അബദ്ധം. ആദ്യം ബഹ്റിനിലേക്കാണ് സ്വാമി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയത്. ഞങ്ങൾ ഒരുമിച്ചാണ് മീറ്റിംഗുകൾ മുഴുവൻ പങ്കെടുത്തത്. സ്വാമി ഞങ്ങളുടെ ഒപ്പമാണ് ഉണ്ടായിരുന്നത്. 2 ദിവസം മുമ്പ് സ്വാമിജിക്ക് ഇവിടെ കേരളത്തിലേക്ക് പോരണം, എന്നിട്ട് കല്യാണവും അതുപോലെ ചില ചടങ്ങുകൾ പങ്കെടുക്കുന്നു എന്നോട് തന്നെ പറഞ്ഞു. അവിടെ മാത്രമല്ല ഉമ്മൽക്കോയിനിൽ വെച്ച് ഞങ്ങളുടെ പ്രവർത്തകർ മുഴുവൻ നിൽക്കുമ്പോൾ അവിടെ ഒരു വീട്ടിൽ വെച്ചാണ് സ്വാമിജി പറഞ്ഞിട്ട് അതിനുശേഷമാണ് അദ്ദേഹം പോരുന്നത് അവിടുന്ന്. ഇതൊക്കെ ചുമ്മാതെ പറയുന്ന ആളുകൾ. താങ്കൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടിരുന്നോ? ദുബായ് ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു സ്വാമിജി. അല്ലാതെ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മാറി നിന്നിട്ട് വേണ്ടേ? ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാം ഒരുമിച്ച് തന്നെ ഞങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ദയവായി തുടരുക ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. താങ്കളുടെ പ്രതികരണത്തിലേക്ക് തന്നെ വളരെ വേഗം തിരികെ എത്താം. ശ്രീ CK വിദ്യാസാഗർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നത്. ശ്രീ CK വിദ്യാസാഗർ, തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ ആ കാര്യങ്ങൾ, അതായത് ദുബായിൽ വെച്ചുണ്ടായ ഒരു സംഭവം, ആ വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ദുബായിൽ വെച്ചുണ്ടായ സംഭവത്തിൽ ഞാൻ ദുബായിക്ക് പോയിരുന്നില്ല. ദുബായിൽ വെച്ചുണ്ടായ സംഭവത്തെ പറ്റി അന്ന് ഉയർന്ന ആരോപണങ്ങൾ ഈ വിധത്തിൽ തന്നെ ആയിരുന്നോ? ആ കാലത്ത് ദുബായിൽ വെച്ച് എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നൊക്കെ ആ കാലത്ത് ഇവിടെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് ഞാൻ അശക്തനാണ്. ഈ ആരോപണത്തിന്റെ സാഹചര്യങ്ങൾ കൂടി പിന്നെ ഈ ഡോക്ടർ സോമനെ പറ്റി പറഞ്ഞത് അത് ഈ ആരോപണം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ സോമൻ ആ കാലത്ത് ഞാനന്ന് SNDP യോഗത്തിന്റെ പ്രസിഡന്റാണ്. ഡോക്ടർ സോമൻ ആ കാലത്ത് ആലുവ SNDP യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. പ്രസിഡന്റായിട്ട് ഏതാനും വർഷങ്ങളായിരുന്നു. എത്ര കൊല്ലമായി ഞാൻ ഓർക്കുന്നില്ല. ഞാനന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും ഞാനന്ന് തൊടുപുഴയിൽ നിന്ന് വിവരം അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും 11:30 മണിയായിട്ടുണ്ട്. 11:30 മണിയായപ്പോഴത്തേക്കും ശശികാന്ത് സ്വാമിയുടെ ബോഡി സമാധി ഇരുത്തത്തക്ക വിധത്തിൽ കസേരയിൽ വെച്ച് കെട്ടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. യോഗം പ്രസിഡന്റും കൂടെ വന്നിട്ട് യാത്ര പുറപ്പെടാം എന്ന മട്ടിൽ എല്ലാവരും കാത്തിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നത്. അപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകര് മിസ്റ്റർ രാജൻ ബാബു, അതുപോലെ യൂണിയൻ നേതാക്കള്, വെള്ളാപ്പള്ളി നടേശൻ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും മുഖ്യമന്ത്രി AK ആന്റണിയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ സ്വാമിയുടെ ഒരു സന്യാസിയുടെ ശരീരം അത് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് സമാധി ഇരുത്തുക എന്ന് പറയുന്നതിന്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കിക്കൊണ്ടു പോകാനായിട്ട് എന്താണ് മാർഗം എന്ന വിഷയത്തില് എല്ലാവരും AK ആന്റണിയായിട്ടും അന്നിരുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേക്കും ഏറെക്കുറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതുപോലെ പോലീസിന്റെ ആസ്ഥാനത്തു നിന്നും SNDP യോഗം നേതാക്കൾക്കും സന്യാസിമാർക്കും പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം തന്നെ നടത്തിയാൽ മതി, പോസ്റ്റ്മോർട്ടത്തിന്റെ ഒഴിവാക്കി കൊടുത്തേരെ എന്ന രീതിയിലൊരു ക്ലിയറൻസ് വന്നിരുന്നു. ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഞാനപ്പോ ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത് ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സ് IG ആയിരുന്നു തോന്നുന്നു മിസ്റ്റർ രാജീവൻ, പിന്നീട് ADGP ആയിട്ട് റിട്ടയർ ചെയ്ത മിസ്റ്റർ രാജീവൻ. ഞാൻ രാജീവനുമായിട്ട് സംസാരിച്ചു. അപ്പൊ രാജീവനും എന്നോട് പറഞ്ഞു, അന്ന് മുഖ്യമന്ത്രി AK ആന്റണി CM പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കാർക്കും പോസ്റ്റ്മോർട്ടം വേണ്ട, എല്ലാവർക്കും ബോധ്യമാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ രാജീവനോട് ചോദിച്ചു, രാജീവൻ അഭിപ്രായം പറയാം എന്താ വേണ്ടത് എന്ന് ഞാൻ രാജീവനോട് ചോദിച്ചു. അപ്പൊ മിസ്റ്റർ രാജീവൻ ഇങ്ങോട്ട് പറഞ്ഞു, അത് മിസ്റ്റർ വിദ്യാസാഗർ താങ്കൾ ക്രിമിനൽ ലോയും പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ, യു നോ ദ കോൺസിക്വൻസസ്, അതുകൊണ്ട് യുക്തമായ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാനാണ് പറഞ്ഞത് ഇത് പോസ്റ്റ്മോർട്ടം കൂടാതെ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ശരിയല്ല. പോസ്റ്റ്മോർട്ടത്തിന്റെ സാഹചര്യമാണ് താങ്കൾ പറഞ്ഞത്. ഡോക്ടർ സോമനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തിരികെ എത്താം. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഇവിടെ ചില സാഹചര്യങ്ങൾ കൂടി എടുത്തു പറയുന്നുണ്ട്. ഇന്നിപ്പോൾ സ്വാമിയുടെ സഹോദരി അടക്കം ആണെങ്കിൽ കൂടി സ്വാമിക്ക് ശാസ്ത്രീയമായി തന്നെ നീന്തൽ അറിയാം. അതുകൊണ്ട് തന്നെ ജലസമാധി അടഞ്ഞു എന്ന കാര്യത്തിൽ എങ്ങനെ വിശ്വസിക്കാനാകും? പിന്നീട് അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ കൂടി, തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല, അവിടെ ചില സംശയാസ്പദമായ പ്രസൻസ്, ചില ആൾക്കാരുടെ പ്രസൻസ്, അത്തരം കാര്യങ്ങളൊക്കെ കൂടി ശ്രീമതി ശാന്ത പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് താങ്കളുടെയും ശ്രീ വെള്ളാപ്പള്ളിയുടെയും പേര് ഇതിൽ വരുന്നു? അങ്ങനെയെങ്കിൽ അത് വളരെ വ്യക്തമല്ലേ, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത്. പിന്നെ അതുകൊണ്ടാണല്ലോ പ്രശ്നം. കാരണം ഇതിപ്പോ അന്വേഷണം വേണമെന്ന് ആർക്കും പറയാം. അത് ഇന്ന ആളാണ് ചെയ്തതെന്ന് ഇവിടുത്തെ എൻക്വയറി നടത്തിയിട്ടുള്ള ഓഫീസർമാർ പോലും കണ്ടെത്താത്ത, ഇവിടുത്തെ കോടതികൾ പോലും കണ്ടെത്താത്ത
ഇവിടെ വിധി വരെ വന്നിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ട് അത് വളരെ വ്യക്തമായി ഇന്ന ആളുകൾ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി തെളിയിക്കണമെന്നല്ലേ പറയേണ്ടത്. ഇത് വളരെ രാഷ്ട്രീയ പ്രേരിതമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ഈ പ്രിയൻ എന്ന് പറയുന്ന വ്യക്തിയെ താങ്കൾക്ക് അറിയാമോ? എന്തോ ഈ പ്രിയൻ എന്ന് പറയുന്ന വ്യക്തിയെ താങ്കൾക്ക് അറിയാമോ? പ്രിയൻ എന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ SNDP യോഗത്തിന്റെ പരിപാടികൾ അവിടെ യൂത്തിന്റെ മരുന്ന് കണ്ടിട്ടുണ്ടെന്നുള്ള എനിക്ക് അതിനകത്ത് വ്യക്തിപരമായി യാതൊരു അടുപ്പമുള്ളതാണ്. ഇവിടെ നമ്മുടെ കൊച്ചി യൂണിയനിലെ പരിപാടിക്ക് എന്ന സമയത്ത് അവിടേക്ക് ഇവരെ വരുന്ന കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇയാൾ വ്യക്തിപരമായോ അല്ലെങ്കിൽ വേറെ ഒരു അടുപ്പമുള്ള ആളല്ലേ. എന്നാൽ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രിയനെ അറിയില്ല എന്ന്. അറിയില്ലായിരിക്കാം, ജനറൽ സെക്രട്ടറിക്ക് അറിയണമെന്നില്ലല്ലോ. കാരണം ഞാൻ യൂത്തിന്റെ ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ സാധാരണ ചെറുപ്പക്കാരായിട്ട് ആളുകൾ നല്ലവരും മോശവരും എല്ലാവരും എടുത്ത് വരാറുണ്ട്. ഇവിടെ തന്നെ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓംപ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നതാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സമുദായത്തിൽ മോശപ്പെട്ടവരും നല്ലവരുണ്ട്. ഇവരെ ശരിയാക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഞങ്ങൾ അത് ഉപയോഗിക്കാറുണ്ട്. ഇവരെ നന്നാക്കി അവർ ഈ പറയുന്ന ക്രിമിനൽ കുറ്റങ്ങൾ മാറ്റാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ശ്രമിക്കുന്നവരുമാണ്. അതുകൊണ്ട് യൂത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ ആളുകളും അറിയുന്നു, എനിക്ക് പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇല്ലാത്ത കാര്യം ഞാനിങ്ങനെ പറയുന്നത് എനിക്കറിയാം, എനിക്കറിയില്ല എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം. ഞാനുള്ള കാര്യം സത്യമായിട്ടാണ് പറയുന്നത്. കാരണം എനിക്ക് അറിയാനാണല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നടത്തിയിട്ടുള്ള ഞാൻ മീറ്റിങ്ങുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഫോട്ടോ ഉൾപ്പെടെ കാണും അവരുടെയൊക്കെ. ഇതൊക്കെ കാര്യം ഇതോ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചുള്ള ജനറൽ സെക്രട്ടറിക്ക് യൂത്ത് മൂവ്മെന്റിനകത്തുള്ള എല്ലാവരും പരിചയം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. മാത്രമല്ല ഇവരെ ആരുമായിട്ട് നേരിട്ട് അദ്ദേഹത്തിന് അടുത്ത് അറിയിക്കാനും കാണും. പക്ഷെ പ്രിയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്വാമിയെ കൊന്നത് താനാണെന്ന്. അങ്ങനെയാണ് പിന്നെ അത് ശിക്ഷിക്കട്ടെ. കാരണം എന്തുകൊണ്ടാണ് ഇത് ആരെങ്കിലും പൈസ കൊടുത്ത് എന്തെങ്കിലും ആരെ കൊണ്ട് ഞാൻ നാളെ രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പലരും CPI വന്നത് ഇന്ന ആളാണെന്ന് പറയിക്കാൻ ഞാൻ കൊണ്ടുവന്ന് പറയിച്ചു തരാം. പക്ഷെ അങ്ങനെ ഉയർന്നു വന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ രാഷ്ട്രീയ നമുക്കറിയാം ഈ ഒരു വിഷയം രാഷ്ട്രീയമായി SNDPയുമായി ബന്ധപ്പെട്ട താങ്കളും താങ്കളുടെ അച്ഛനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഒരു തർക്കത്തിലേക്ക് കടന്നത് ഒരു പക്ഷേ ഈ ഒരു മാസത്തിന്റെ ഇടയ്ക്കാണ്. രാഷ്ട്രീയമായി ആ വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പക്ഷേ ഇത് സ്വാമി മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ വിധത്തിൽ ശ്രീ വെള്ളാപ്പള്ളിയുടെ അടക്കം താങ്കളുടെ അടക്കം പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. അതിനു മുൻപ് മരണപ്പെടുന്നതിന് തലേ ദിവസം താങ്കൾ ദുബായിൽ ചെന്നു എന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് താങ്കളുടെയും താങ്കളുടെ അച്ഛന്റെയും പേര് ഇതിലേക്ക് വരുന്നത്. പെങ്ങളെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഉത്തരം ഞാനൊന്ന് പറഞ്ഞോട്ടെ. മുമ്പത്തെ ദിവസം എന്ന് പറഞ്ഞില്ലേ, ഇനി ഒന്ന് നിങ്ങൾ മനസ്സിലാക്ക്. ശാശ്വതികാനന്ദ സ്വാമിജി അവിടെ നിന്ന് പോകുന്ന ശേഷം, അതായത് ഈ ദുബായിൽ നിന്ന് പോകുന്ന ഏതാണ്ട് 2.5-3 ആഴ്ചകൾക്ക് ശേഷമാണ് ഈ ശാശ്വതികാനന്ദ സ്വാമിയുടെ ജലസമാധി നടന്നിട്ടുള്ളത്. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തകൾ ദയവായി പറയരുത്. നിങ്ങളുടെ മീഡിയയുടെ തന്നെ ക്രെഡിബിലിറ്റി പോകും. അവിടെ പക്ഷെ ചില സാഹചര്യങ്ങളാണ്, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെയാണ് താങ്കൾ നേരത്തെ അത് ആവർത്തിച്ച് പറയുകയുണ്ടായി. ദുബായിൽ വെച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല, ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്ന്. ആ വിധത്തിലുള്ളൊരു തർക്കവും ഉണ്ടായിട്ടില്ലെങ്കിൽ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ സഹായിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. താങ്കൾ ഉപദ്രവിച്ചു. ഇത് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കഥയുണ്ടാക്കി എടുത്തിട്ട് ഇത് എന്തുകൊണ്ട് ഇത്രയും കഥ ഉണ്ടാക്കുമ്പോൾ ഇത്രയേറെ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു അതാണ് മനസ്സിലാകാത്തത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. ഇപ്പൊ സാഹചര്യം തന്നെ തെറ്റിയില്ലേ? സ്വാമിജി അവിടെ നിന്ന് ഈ പറയുന്ന ഒരു ദിവസം മുമ്പ് ദുബായിൽ നിന്ന് വന്നു. പിറ്റേ ദിവസം അവിടെ സ്വാമി സമാധിയാവുന്നത് പറഞ്ഞു തന്നെ തെറ്റിയില്ലേ? എത്ര അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ഇന്നലെ ഈ പറയുന്ന ആ ദിവസത്തിന്റെ കണക്ക് അല്പസമയത്തിനകം തന്നെ ശ്രീ ബിജു രമേശ് നമ്മളോടൊപ്പം ടെലിഫോൺ ചെയ്തു. പക്ഷെ ആ ദിവസത്തിന്റെ കണക്ക് കൃത്യമായി അദ്ദേഹത്തിന് പറയാനാകും. ഇവിടെ സഹായിയായ ജോയ്സ് ഇതിന്റെ ഈ പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ട്. കാര്യം ഇപ്പൊ തന്നെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ബിജു രമേശിനെ കൊണ്ട് ഒന്ന് പോയി സത്യാഗ്രഹം വഹിക്കാൻ വേണ്ടി പറ. ഒരാൾ പോയി സത്യാഗ്രഹം വരുന്നപ്പോ കേരളത്തിൽ ഇതുവരെ അന്വേഷിച്ചിട്ട് തെളിയാത്തൊരു കേസ്, അത് ഉടനെ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ആൾ നേരെ വന്ന് അദ്ദേഹത്തോട് പറയാം, എന്റെ പൊന്നു ചേട്ടാ ഒരു കാരണവശാലും സത്യാഗ്രഹം ചെയ്യരുത്, എന്നെ പോലീസ് പിടിക്കുക, എന്റെ ജീവിതം അവസാനിച്ചു പോകും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആളുകൾ ഇത്ര മണ്ടന്മാരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ മഠവുമായി കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് സ്വാമിമാർ പോലും ഭയന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് മഠത്തിനുള്ളവർ തന്നെയും പരോക്ഷമായി വെളിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നു ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. പിന്നീട് പല രേഖകളും ഈ മഠത്തിൽ നിന്ന് മാറി വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ മഠത്തിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലുമില്ല. കാരണം ഇത് അന്ന് അവിടെ 10,000-10,000 ആളുകൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പറയുന്ന ആലുവയിൽ നിന്ന് തിരുവനന്തപുരം വരെ വന്ന് അവിടെ സമാധി ഇരുത്തുന്നവരെ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവരാണ്. ഇത് 1, 2, 3 വരെയല്ല. SNDP യോഗത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ 1000-കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവിടുന്ന് ഒരു കാരണവശാലും ജനറൽ സെക്രട്ടറി ഈ പറയുന്ന
സ്വാമി താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പോലുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ആളുകളെ കൊണ്ടുവന്ന് കാണിച്ച് ഇങ്ങനെയുള്ള ചുമ്മാതെ പിന്നെ അതിന് ബെസ്റ്റ് അന്വേഷണം നടത്ത്. എന്തിന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവും? നമ്മൾ ഈ ടി വിയിൽ സംസാരിക്കുന്ന ഏറ്റവും നല്ല CBI എൻക്വയറിയോ അതല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ എൻക്വയറിയോ ഏത് തരത്തിലും എൻക്വയറി നടത്തുക, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അവിടെ പല എൻക്വയറികളും ശ്രീ വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകൾ കാരണം ശരിയായ ദിശയിൽ പോയില്ല എന്ന് സഹോദരി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം എന്ന രീതിയിൽ ഉള്ള ഒരു ആവശ്യവുമായി അവർ രംഗത്ത് വരുന്നത്. അതല്ലേ പറഞ്ഞ CBI എൻക്വയറിക്ക് വേണ്ടി ഞാൻ SNDP യോഗത്തിന്റെ കൗൺസിലിൽ തന്നെ കത്ത് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈക്കോടതി കേസ് കൊടുക്കുന്ന എന്റെ പേരിൽ ഞാൻ തന്നെ കേസ് കൊടുക്കാം. ഇതിൽ കൂടുതൽ ഞാൻ അങ്ങനെ പറയും. കാരണം ഇപ്പം ബിജു രമേശിന് ഇത്ര വലിയ ശക്തി ഉണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ. ഇപ്പൊ TP വധക്കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾ തെളിയാതെ കിടക്കുകയാണ്. അദ്ദേഹം നേരെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് സത്യാഗ്രഹം ഇരുന്നാൽ അപ്പൊ തന്നെ പ്രതി വന്ന് അവിടെ സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അപാനുഷ്യൻ തന്നെയാണ്. ഇവിടെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി DYSP ഷാജി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയനാണ് കൊലപാതകം നടത്തിയത് എന്ന്. അത് കഴിഞ്ഞ ദിവസം ശ്രീ ബിജു രമേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തോ ഒന്നുകൂടെ പറയൂ. CBI അന്വേഷണം ശ്രീ തുഷാർ വെള്ളാപ്പള്ളി CBI അന്വേഷണം അന്വേഷിക്കട്ടെ എന്ന് താങ്കൾ ഒരു നേരത്തെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ആ വിധത്തിലുള്ള ഒരു ആവശ്യം SNDP ഉന്നയിക്കുമോ? ആ വിധത്തിൽ കത്ത് നൽകുമോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തെങ്കിലും സ്വാമിജിക്ക് എന്തെങ്കിലും അങ്ങത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന്റെ പുറകെ ഏത് അറ്റം വരെ പോകാനും തീർച്ചയായും ഈ സാഹചര്യത്തിൽ സഹോദരി അടക്കം ഇന്ന് ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴായിരിക്കും അങ്ങനെ ഒരു കത്ത് നൽകുക? ഇന്ന് തന്നെ നൽകാം. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇന്നോ നാളെയോ നൽകുന്നതിന് ഒരു പ്രശ്നവും. ഇത് എത്രയോ SNDP യോഗത്തിന്റെ കൗൺസിൽ ഇതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് തീരുമാനമെടുത്ത് കത്ത് നൽകിയതാണ്. നൽകാം എന്നല്ല, ഇന്ന് തന്നെ നൽകും എന്നാണോ? അതെ, ഇന്ന് തന്നെ നൽകും. ഇന്ന് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൗൺസിലിന്റെ അടുത്ത് ഞാൻ ഇന്നില്ല, ഞാനിന്ന് വേറെ സ്ഥല സമ്മേളനത്തിനാണ്. ഞാൻ ഇന്ന് തന്നെ വിളിച്ച് സംസാരിക്കും. അതിന്റെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിനുള്ള നടപടികൾ ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. അന്വേഷണം നടത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തന്നെ ഹൈക്കോടതി കേസ് കൊടുക്കാം. ഇതിനെ വേറെ കൊടുക്കുന്നത് ഇവരൊക്കെ ആക്ഷേപം പറഞ്ഞിട്ട് ഇവരെല്ലാം മിണ്ടാതിരുന്ന് അങ്ങോട്ട് പോവല്ലേ. പ്രത്യേകിച്ച് ബിജു രമേശിന്റെ ഒരു കാര്യം പറയണം. കേരളത്തിലെ കൊലപാതകങ്ങളെല്ലാം തെളിയിക്കാൻ അദ്ദേഹം ഒന്ന് സത്യാഗ്രഹം ഇരുന്നാല് എല്ലാ പ്രതികളും പുറത്തേക്ക് വരുമായിരുന്നു. അദ്ദേഹത്തിനോട് അതൊന്ന് പറഞ്ഞു ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ, പാവപ്പെട്ട ആളുകളുടെ കേസുകൾ മുഴുവൻ തെളിഞ്ഞ് പുറത്തേക്ക് വരും. എല്ലാ പ്രതികളും മുമ്പോട്ട് വന്ന് ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ഒരു അവസ്ഥയിലുണ്ടാവും. അതുകൊണ്ട് അതും കൂടെ നിങ്ങളൊന്ന് പ്രേരിപ്പിക്കണേ. എന്തായാലും എപ്പോഴേക്കായിരിക്കും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുക? കത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴേക്കായിരിക്കും തീരുമാനം ഉണ്ടാകുക? എപ്പോൾ കത്ത് നൽകാനാകും? ഉടൻ തന്നെ SNDP യോഗത്തിന്റെ കൗൺസിലിൽ നിന്ന് കൂടും. എന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കാനുള്ള തീരുമാനത്തിൽ എടുക്കാൻ വേണ്ടി തീരുമാനം എടുക്കും. ഞാൻ തന്നെ കേസ് കൊടുക്കാം. ഞാൻ ഇന്ന് തന്നെ വക്കീലിനോട് വിളിച്ച് സംസാരിച്ച് ഉടൻ തന്നെ ഞാൻ തന്നെ CBI എൻക്വയറിക്ക് കേസ് കൊടുക്കാം. ഒരു പ്രശ്നമില്ല. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, പ്രിയന്റെ വാക്കുകൾ താങ്കൾ നേരത്തെ അത് പറയുകയുണ്ടായി, ഇത്തരത്തിൽ കൊന്നവരെല്ലാം ആ വിധത്തിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നാൽ എന്ന തരത്തിൽ. പക്ഷേ അവിടെ പ്രിയന്റെ വാക്കുകൾ സുപ്രധാനമല്ലേ? പ്രിയനാണ് സ്വാമിയെ കൊന്നതെങ്കിൽ അത് ആ വിധത്തിൽ തന്നെ വേണ്ട അന്വേഷണം പോവാൻ. പ്രിയനാണ് കൊന്നെന്നുണ്ടെങ്കിൽ CBI അന്വേഷിച്ച് അദ്ദേഹം ശിക്ഷിക്കട്ടെ. അതിന് ഞാനിതിനകത്ത് കക്ഷിയല്ലല്ലോ. നമുക്കിതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത പ്രിയൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം കൊന്നു എന്ന് അദ്ദേഹത്തിനെ പറയുമ്പോ ബിജു രമേശ് സത്യാഗ്രഹം ഇരുന്നാൽ അപ്പം തന്നെ എന്റെ പൊന്നു ചേട്ടാ സത്യാഗ്രഹം അവസാനിപ്പിക്കണം, കാരണം എന്നെ പോലീസ് പിടിക്കും, എന്റെ ജീവിതം നശിച്ചു പോകും എന്ന് പറഞ്ഞ ആള് അദ്ദേഹം തന്നെ പറഞ്ഞു വരികയാണ് മുമ്പോട്ട്. ഒരു കൊലപാതകി കേരളത്തില് എവിടെയെങ്കിലും വന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും അന്ധന്മാരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരാൾ പോയി സത്യാഗ്രഹം ഇരിക്കുമ്പോ അപ്പൊ തന്നെ എന്റെ പൊന്നു ചേട്ടാ ഒരു കാരണം സത്യാഗ്രഹം ചെയ്യല്ലേ, ചെയ്തു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് എങ്ങനെയാ ഇവിടെ വന്ന് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്? ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് മറ്റുള്ള ആളുകളെ ചീത്തയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള കഥ മാത്രമാണ്. ഇത് അന്വേഷിക്കട്ടെ. CBI എൻക്വയറിക്ക് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. വളരെ നന്ദി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. ഇന്ന് തന്നെ CBI അന്വേഷണത്തിനായി കത്ത് നൽകുമെന്നാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇന്ന് തന്നെ ഇതിന്റെ നിയമ നടപടികളിലേക്ക് കടക്കും, അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുമെന്നും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഉറപ്പു നൽകുന്നു. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം തന്നെ വേണമെന്ന നിലപാടിൽ തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഉള്ളത്. പ്രിയനാണോ കൊന്നത് എന്ന ചോദ്യത്തിന് എന്നാൽ അതൊക്കെ കണ്ടെത്തേണ്ടത് CBI ആണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള ഏതൊരു അന്വേഷണത്തിനും തയ്യാറാണ് എന്നാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. ദുബായിൽ വെച്ച് സ്വാമിയെ ആക്രമിച്ചു, അത് സ്വാമി തന്റെ സഹായിയായ ജോയ്സിനോട് പറഞ്ഞു എന്ന കാര്യത്തിൽ അത് കളവാണ്, അത് തനിക്കെതിരായ ഒരു പ്രചരണം മാത്രമാണ്, ആ വിധത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി
പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ സ്വാമിയുടെ മരണം സംബന്ധിച്ച ദുരൂഹതയുണ്ട് എന്ന് ശരിവെക്കുക കൂടിയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു വരണം, CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി കൂടി പറഞ്ഞിരിക്കുന്നത്. സ്വാമി ശാശ്വതികാനന്ദയുടെ മരണം ജലസമാധിയല്ല, കൊലപാതകം ആണ് എന്ന വീണ്ടും പുതിയ ആരോപണവുമായി, നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം തന്നെയാണ് വീണ്ടും ആരോപണമായി സ്വാമിയുടെ കുടുംബാംഗങ്ങളുടെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. സ്വാമിയുടെ സഹോദരി ശാന്തയാണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്.